ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ SIT ഉടൻ ചോദ്യം ചെയ്തേക്കും എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഈ നിമിഷം പോകുന്നത്. നിലവിലെ തെളിവുകൾ വാസുവിനെതിരെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കട്ടിളപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി നൽകിയത് വാസുവും അറിഞ്ഞിട്ടുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ. വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെയാണ് പോറ്റിയുടെ പക്കൽ സ്വർണ്ണം പൂശാൻ കൊടുത്തുവിട്ടത്. വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മളിതാ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉന്നതരിലേക്ക് ഈ അന്വേഷണം പോകാത്തത്? എത്ര സമയമെടുത്തു? FIR രജിസ്റ്റർ ചെയ്തു, 2-3 ആഴ്ച കടക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഒരു മെല്ലെപ്പോക്ക്? മാത്രമല്ല, ഇന്നലെ ഈ സുധീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയ സമയത്ത് നല്ല അസൽ CPM-ആയിട്ട് നല്ല ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, വാസുവുമായിട്ടും ഇയാൾക്ക് നല്ല ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന് പ്രാദേശിക തലത്തിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ ഉയർന്നു വരുന്ന വാർത്തകൾ. എത്രത്തോളം നിർണായകമാണ് ഈ പുതിയ അന്വേഷണ സംഘത്തിൻ്റെ ചുവടുവയ്പ്? നമസ്തേ ശ്യാമ. ഏതായാലും അവസാനം ഉന്നതരിലേക്ക് കൂടി അന്വേഷണം പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ കഴിയില്ല. നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളും അതുപോലെ തന്നെ മൊഴികളുമൊക്കെ വാസുവിന്റെ പങ്ക് വളരെ കൃത്യമായി പറയുന്നതാണ്. മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെയാണ് ഈ രീതിയിലുള്ള സ്വർണ്ണക്കടത്ത് അവിടെ നടന്നിരിക്കുന്നത്. അതായത് 2019 ഫെബ്രുവരിയിലാണ് കട്ടിളപ്പാടികൾ ശബരിമലയിൽ നിന്ന് സ്വർണം പൂശുന്നതിന് എന്ന പേരിൽ കൊണ്ടുപോകുന്നത്. അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന്റെ ഒപ്പോടുകൂടി ആ രേഖ എത്തുന്നത് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ സമീപത്തേക്കാണ്. എൻ വാസുവിനാണ് ആ രേഖകൾ ലഭിക്കുന്നത്. എന്നിട്ടും ഈ രേഖകൾ പരിശോധിക്കാൻ വാസു തയ്യാറായില്ല, അല്ലെങ്കിൽ ബോധപൂർവം അത് മറച്ചുവെച്ചു എന്ന കണ്ടെത്തലിലേക്കാണ് നിലവിൽ അന്വേഷണ സംഘം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ മുരാരി ബാബു, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും സമാനമായ രീതിയിലുള്ള മൊഴി നൽകിയിരുന്നു. താൻ മാത്രം അറിഞ്ഞുകൊണ്ടല്ല, തനിക്ക് മുകളിലുള്ള ഒരുപാട് പേർ ഈ പേപ്പർ കണ്ടിട്ടുണ്ട്, ഈ ഉത്തരവ് കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കട്ടിളപ്പാളികൾ കൊടുത്തുവിട്ടത്, ദ്വാരപാല ശില്പങ്ങൾ കൊടുത്തുവിട്ടത് എന്ന വളരെ കൃത്യമായ ഒരു മൊഴി മുരാരി ബാബുവും അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ദേവസ്വം വിജിലൻസ് നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ സമാനമായ രീതിയിലുള്ള കണ്ടെത്തലുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അന്വേഷണ സംഘം എൻ വാസുവിനെ ചോദ്യം ചെയ്യും. അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ. രാജീവ്, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇന്നലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു രാജീവ്. അതായത് ഈ സുധീഷ് കുമാർ നേരത്തെയും ഈ അഴിമതി വീരനാണ്. ഇയാൾ നേരത്തെ ഒരുപാട് അഴിമതിയൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അതിനുശേഷം ഇയാളെ എൻ വാസു കമ്മീഷണറായിരിക്കെ ഇയാളെ കൂടെ കൂട്ടി. എൻ വാസുവിൻ്റെ വലിയ വിശ്വസ്തനായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ, ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ അന്വേഷണം കൃത്യമായി ഫോളോ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനാണ് രാജീവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തരത്തിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ? ശ്യാം, ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച പോലെ ഹൈക്കോടതിയുടെ ഒരു കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിലുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. മാത്രമല്ല, നേരത്തെ ദേവസ്വം വിജിലൻസ് ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യങ്ങൾ അത് ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. തുടർന്ന് ഹൈക്കോടതി പുറത്തിറക്കിയ റിപ്പോർട്ടിലും ഈ കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഈ സുധീഷ് കുമാറിന് ഇതിലുള്ള പങ്ക് എന്താണ്. ആ സുധീഷ് കുമാറിന്റെ പങ്ക് പുറത്തു വരുമ്പോൾ തന്നെയാണ് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു കൂടി കുരുക്കിലാകുന്നത്. കാരണം എൻ വാസു അറിയാതെ ഈ ശബരിമലയിൽ നിന്നും ഈ കട്ടിളപ്പാളികളോ അല്ലെങ്കിൽ ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളികളോ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന വിലയിരുത്തലാണ് ഹൈക്കോടതി പോലും നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ശ്യാം സൂചിപ്പിച്ചതുപോലെ സുധീഷ് കുമാറും എൻ വാസുവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. CPM അനുഭാവികളാണ്. മാത്രമല്ല, എൻ വാസു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയം നടക്കുന്ന സമയത്ത് നമുക്കറിയാം, എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലയളവിലൊക്കെ ഇതിനാവശ്യമായ എല്ലാ സഹായങ്ങളും അവിടെ ചെയ്തു കൊടുത്ത വ്യക്തി കൂടിയാണ്. മുഖ്യമന്ത്രി എന്ത് പറയുന്നു അത് ശബരിമലയിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന ആൾ കൂടിയാണ് എൻ വാസു. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ നിന്ന് വാസുവിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മുരാരി ബാബു ആയാലും അതുപോലെ തന്നെ സുധീഷ് കുമാർ ആയാലും ഈ രണ്ടുപേരും CPM നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. മാത്രമല്ല, സുധീഷ് കുമാർ വിരമിച്ച ശേഷവും CPM-ന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
സുധീഷ് കുമാറിന്റെ മൊഴി കൂടിയാണ് എൻ വാസുവിന് കൂടുതൽ കുരുക്കാകുന്നത്. നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ 2019 ഫെബ്രുവരിയിൽ സുധീഷ് കുമാർ ഉത്തരവ് പുറത്തിറക്കുമ്പോൾ എന്തുകൊണ്ട് എൻ വാസു അറിഞ്ഞില്ല, മാത്രമല്ല മാർച്ചിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് എൻ വാസു എതിർത്തില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനുശേഷം വാസു പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഒരു ഇമെയിൽ അയച്ചിരിക്കുന്നത്. ആ ഇമെയിലിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ ശബരിമല ധാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതിന് ശേഷമുള്ള സ്വർണം തന്റെ കൈവശമുണ്ട്. ആ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ ഒരു വിവാഹം നടത്താൻ തനിക്ക് താല്പര്യമുണ്ട്, ഏതെങ്കിലും പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇമെയിൽ എൻ വാസുവിന് രാജീവ് എത്ര നല്ല മാന്യൻ പോറ്റി. പക്ഷെ ഈ വിഷയം വാസുവിനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി എത്രയായിരം ഇമെയിലുകൾ വരുന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്, എല്ലാം നമുക്ക് തുറന്നു നോക്കാൻ പറ്റുമോ? പറ്റൂലേ പിന്നെ ഈ പണിക്ക് എന്തിനാണ് വന്നത് എന്നാണ് തിരിച്ചു ചോദിക്കേണ്ടത്. രാജീവ്, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണ് എന്നാണ് താൻ കരുതിയത്, ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണമാണ് എന്ന് തനിക്ക് എങ്ങനെ അറിയാൻ കഴിയും എന്നൊരു ചോദ്യം എൻ വാസു ആ ഘട്ടത്തിൽ ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെ നിഷ്കളങ്കമായി ഒഴിഞ്ഞു മാറാവുന്നതല്ല എൻ വാസുവിന്റെ പങ്ക് എന്നാണ് നിലവിൽ അന്വേഷണ സംഘം പറയുന്നത്. അതായത് മുരാരി ബാബുവും അതുപോലെ തന്നെ സുധീഷ് കുമാറും എന്ത് തെറ്റാണോ ചെയ്തിരിക്കുന്നത് ആ തെറ്റ് തന്നെയാണ് എൻ വാസുവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം വളരെ സുപ്രധാനമായ പദവിയിലായിരുന്നു ആ സമയത്ത് എൻ വാസു ഉണ്ടായിരുന്നത്. ദേവസ്വം കമ്മീഷണറായിരുന്നു. ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ ദേവസ്വം ബോർഡിന് കൃത്യമായ വിവരങ്ങൾ നൽകേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ദേവസ്വം ബോർഡ് പിന്നീട് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ദേവസ്വം കമ്മീഷണർ മാത്രമല്ല അന്നത്തെ ദേവസ്വം സെക്രട്ടറി ഉൾപ്പെടെ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് എൻ വാസുവിൻ്റെതാണ്. കാരണം അദ്ദേഹം അതിനുശേഷം അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുന്ന സമയത്തും ഈ പറയുന്ന തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. ഉടൻ തന്നെ എൻ വാസുവിനെ ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് കാരണം എന്ന് പറയുന്നത് എൻ വാസു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. ഇപ്പോഴും വളരെ അടുത്ത ബന്ധം മുഖ്യമന്ത്രിയുമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ആരൊക്കെയാണോ സർക്കാരിനൊപ്പം നിന്ന് ശബരിമലയിൽ യുവതികളെ കയറ്റുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തിയത് അവരൊക്കെ ഇപ്പോൾ കുരുക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജീവ്, എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഷ തന്നെ കടമെടുത്താൽ അവസാനം ആരാണ് വിലങ്ങ് വെച്ച് അകത്തേക്ക് പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന്. ഞങ്ങൾക്കും അത് തന്നെയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറയാനുള്ളത്.